ഇപ്പം ഞാൻ കാണിക്കുന്ന സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, അത് എൻ്റെ ഇന്നലെ കളി തുടങ്ങുന്നതിന് മുമ്പത്തെ പ്രഡിക്ഷൻ ആയിരുന്നു. ആ പ്രഡിക്ഷൻ ഇടുമ്പോൾ എൻ്റെ ഉള്ളിൽ പേടിച്ചായിരുന്നു, കർത്താവ് ഇങ്ങനൊരു പ്രഡിക്ഷൻ ഇടുന്നുണ്ട് ഞാൻ, പക്ഷെ അത് എനിക്ക് ഇന്ന് റിസൾട്ട് എന്ത് വരുമെന്ന് അറിയത്തില്ലല്ലോ. പക്ഷെ നമ്മൾ ചെൽസി ഫാനായി നമ്മൾ ഒരിക്കലും ചെൽസി തോക്കും എന്നൊരു പ്രഡിക്ഷനോടെ ഒരിടുന്നത് ശരിയല്ലല്ലോ. പക്ഷെ പ്രഡിക്ഷനും ശരിയായി, റിസൾട്ടും ശരിയായി, ഒന്നും പറയാനില്ല. നിങ്ങൾ യഥാർത്ഥ ഫുട്ബോൾ ആരാധകനാണോ? നിങ്ങൾ ഫുട്ബോൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരാണോ? അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇന്നലെ നടന്ന ഫൈനലിൽ, ക്ലബ് വേൾഡ് കപ്പ് ഫൈനലിൽ നിങ്ങളുടെ ചിത്രത്തിൽ, നിങ്ങളുടെ പിക്ചറിൽ ചെൽസി ഇല്ല. അതാണ് സത്യം. ഒരു ചെൽസി ആരാധകനായ ഞാൻ ഏകദേശം 2 പതിറ്റാണ്ടായി ഈ ക്ലബിനെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. ഈ ക്ലബിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും, അതായത് മീൻസ് പെർഫോമൻസ് കണ്ട്, അവരുടെ നല്ല ടോപ്പ് ക്ലാസ് പെർഫോമൻസിലും ഏറ്റവും വീക്ക് പെർഫോമൻസ് കണ്ട് സങ്കടപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് പോലും സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ ഒരു പ്ലേ പ്രഡിക്ഷൻ വന്നിരുന്നത് ഒരു 3-1 ചെൽസി ജയിക്കുമെന്നാണ്. പക്ഷേ എൻ്റെ പ്രഡിക്ഷൻ, അത് ചെൽസിയുടെ ഒഫീഷ്യൽ ആപ്പിലുള്ള എൻ്റെ പ്രഡിക്ഷൻ ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റായി. കാര്യം ഞാൻ പ്രഡിക്റ്റ് ചെയ്തത് 3-1 ആണ്. അതുപോലെ കോർണേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഗോൾ അടിക്കുന്ന ടൈം, ഇതെല്ലാം പ്രഡിക്ഷനിൽ പ്രഡിക്റ്റ് ചെയ്തു. അതൊരു 50-50 ചാൻസ് അല്ല. നമ്മൾ 2 ടീമിനെ ഒന്ന് കമ്പയർ ചെയ്തൊക്കെയാണ് നമ്മൾ ഈ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പോലും എന്താ പറയുക, നമുക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളൊരു ടെൻഷനായിരുന്നു. കാര്യം ഇത് PSG ആയിട്ടാണ് കളി. കാര്യം ചെൽസിയെ സംബന്ധിച്ച് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫൈനലിൽ വന്നൊരു ടീമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയാം, സത്യമാണ്. കാര്യം അവരതുപോലെ ടഫായിട്ടുള്ള ഒരു മാച്ച് കളിച്ചില്ല. അത് മറുവശത്ത് PSG യെ സംബന്ധിച്ച് അവർ ഇങ്ങോട്ട് കയറി വന്ന ഫസ്റ്റ് കളിയിൽ ഒരു കളി തോൽവി ഒഴികെ ബാക്കി എല്ലാം തോൽപ്പിച്ച ടീമുകളും, വേൾഡ് ടോപ്പ് ടീമുകളെ തോൽപ്പിച്ച് അവർ വന്നത്. അപ്പം ഉറപ്പായിട്ടും നമ്മുടെ പിക്ചറിനകത്ത് ഇല്ല. പ്രത്യേകിച്ച് അവർ ഗോള് കൺസീഡ് ചെയ്തിട്ടില്ല, അത് ഓർമ്മ വേണം. ഒരു ഗോളോ മറ്റോ ആണ് കൺസീഡ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ളൊരു അങ്ങനൊരു ടീമിനെ നമ്മൾ ചെൽസി നേരിടാൻ വരുമ്പോഴത്തേക്ക് എന്ത് ടാക്ടിക്സ് അല്ലെങ്കിൽ എന്തായിരിക്കും കളിയുടെ റിസൾട്ട്, എവിടെ ചെന്ന് നിൽക്കും, ഇത് 90 മിനിറ്റ് കഴിയുമ്പം എന്തായിരിക്കും ഇതിൻ്റെ സ്കോറ്, അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ ഇരുന്നിട്ട് അവസാനം നമ്മൾ പ്രതീക്ഷിക്കാതെ പൂവ് ചോദിച്ചപ്പോൾ പൂക്കാലം തന്നെന്ന് പറഞ്ഞൊരു കളി, അതാണ് ഇന്നലെ ശരിക്കും അവിടെ നടന്നത്. എന്ത് മാറ്റമാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, ചെൽസിയെ സംബന്ധിച്ച് ചെൽസി എന്ന് മേജർ ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ടോ അന്നൊരു വേറെ സ്റ്റൈൽ കളി എടുത്തിട്ടുമുണ്ട്, കുറച്ചുകൂടി അഗ്രസീവായിട്ട് അറ്റാക്കിംഗ് ആയിട്ട്. പക്ഷേ ഇന്നലെ ഇവിടെ കംപ്ലീറ്റ് ഡോമിനേഷൻ, അത്ര പറയാനുള്ളൂ. അത് കംപ്ലീറ്റ് ഡോമിനേഷൻ. കാര്യം PSG പോലും ടീമിനോട് ഒട്ടും പ്രതീക്ഷിക്കാതെ, PSG ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ 20-30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഡിസപ്പോയിൻ്റ്. കാര്യം 3 ഗോൾ തന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 ഗോൾ അടിക്കുന്നു. പക്ഷേ 3 ഗോൾ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ PSG സൈഡ് ഗോൾ കീപ്പറിൻ്റെ ഭാഗം നല്ല കിടിലം സേവുകൾ. മറുവശത്ത് ഇവിടെ സാഞ്ചസും നല്ല കിടിലം ഫോമിൽ, സാഞ്ചസിനൊക്കെ ഇങ്ങനെ ഒരു ഫോമിൽ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു കളി കളിക്കാൻ ഇനി ഉറപ്പാണ്. ഈ ഒരു പെർഫോമൻസ് ആണെങ്കിൽ ഈ പ്രാവശ്യത്തെ ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും ചെൽസി എല്ലാ ടീമിനും ഒരു വെല്ലുവിളിയായിരിക്കും. അത് ഓൾറെഡി അവരൊക്കെ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ചെൽസിക്കെതിരെ കളിക്കാൻ ഇറങ്ങുന്ന ഓരോ ടീമും അങ്ങനെ ആയിരിക്കും ഇറങ്ങുന്നത്. കാര്യം അതിന് വേറൊന്നും പറയാനില്ല. കാര്യം എന്താ പറയണ്ടേ, എനിക്കത്ര ഞാൻ അറിയത്തില്ല. സന്തോഷം കൊണ്ട് ഇന്നലെ വൈകിട്ട് തൊട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ഓരോ ദിവസം കളി മാച്ച് കഴിഞ്ഞ് ട്രോഫി അടിച്ചു കഴിഞ്ഞ് നമ്മളിതിൻ്റെ ഹാങ് വിട്ട് പോയിട്ടില്ല. അമ്മാതിരി തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരിച്ചുവരവെന്നല്ല, ഡോമിനേഷൻ. തിരിച്ചുവരവെന്നുള്ള വാക്ക് തെറ്റാണ്. തിരിച്ചുവരവ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു മേജർ ടൈറ്റിൽ കിട്ടുന്ന തിരിച്ചുവരവ് ഉദ്ദേശിച്ചത്, അല്ലാതെ പുറകിൽ നിന്നിട്ട് തിരിച്ച് ഗോളടിച്ച് കയറിപ്പോയി അങ്ങനല്ല. പക്ഷെ PSG സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് PSG റെസ്പെക്ട് തോന്നിയ സീസണാണ്. സത്യം പറയാം, ആത്മാർത്ഥമായിട്ട് പറയാം, PSG എന്ന ക്ലബിനോട് റെസ്പെക്ട് തോന്നിയത്. കാര്യം എല്ലാവരും പൊതുവെ പറച്ചിലുണ്ടല്ലോ, ഫ്രഞ്ച് ലീഗ് അവിടെ വലിയ ടഫ് കോമ്പറ്റീഷൻ ഒന്നുമില്ല, എപ്പോഴും PSG തന്നെ ജയിക്കുന്നു, പക്ഷെ അവർ ചാമ്പ്യൻസ് ലീഗ് വരുമ്പോൾ ഒന്നും നേടുന്നില്ല. പക്ഷെ കഴിഞ്ഞ സീസൺ നമ്മൾ കണ്ടില്ലേ, ഈ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ ഒരുപക്ഷെ ഞാൻ ജീവിതത്തിൽ കണ്ടത് ഏറ്റവും മോശപ്പെട്ട ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ എന്ന് പോലും പറയാൻ പറ്റും. കാര്യം അവിടെ ഒന്നും കളി നടന്നില്ല. ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ അല്ല നടന്നത്, ഒരൊറ്റ ടീമിൻ്റെ കംപ്ലീറ്റ് തേരോട്ടമാണ് നടന്നത്. അല്ലാതെ അതിനപ്പുറം അവിടെ ഒന്നും നടന്നിട്ടില്ല. ആ ഒരു ഫോം വെച്ച് ഇവർ തിരിച്ച് ക്ലബ് വേൾഡ് കപ്പിൽ വരുന്നു. ക്ലബ് വേൾഡ് കപ്പിൽ വന്നിട്ട് ഫസ്റ്റ് കളി തോൽക്കുന്നു. പിന്നെ അങ്ങോട്ട് ഇവർ അടിച്ചു കാണുന്ന ടീം ആരൊക്കെയാണ് ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാം. ഈ ഫുട്ബോൾ കാണുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ ഈ സെമിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സെമിയിലെ കളി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പോന്നോ തിരിച്ച് ഗോൾ കയറുന്നില്ല. അവരെ ഗോൾ പോസ്റ്റ് അവർ കൺസീഡ് ചെയ്യുന്നില്ല ഗോളുകൾ. അവർ ഗോൾ കൺസീഡ് ചെയ്യാതെ അവർ തിരിച്ചിങ്ങോട്ട് അടിച്ച് കൂട്ടുക.
അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ ഓർത്ത് എൻ്റെ അവിടെ ഈ കളി എങ്ങനെ ആവുമെന്ന്. പക്ഷേ ഒരു രക്ഷയിലോട്ടോ, പ്രതീക്ഷിച്ചതിലെ പൂ ചോദിച്ചപ്പോൾ പൂക്കാലം കിട്ടിയ ഒരവസ്ഥയാണ് ഓരോ ചെൽസി ഫാനെ സംബന്ധിച്ചും. പൂ ചോദിച്ചപ്പോൾ പൂക്കാലം കിട്ടിയൊരു കളി. എല്ലാവരും എല്ലാ ഫീൽഡിലും എല്ലാ സൈഡിലും കംപ്ലീറ്റ് ഡോമിനേഷൻ. ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്ക് PSG ഒക്കെ നല്ല ശരിക്കും ഡിസപ്പോയിന്റ്. കാര്യം അവരെനിക്ക് ഈ ഒരു സീസണിൽ ഇങ്ങനെ ഒരു റിസൾട്ട് അവർ പ്രതീക്ഷിച്ച് കാണത്തില്ല. ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 ഗോളിനൊക്കെ പുറകെ പോകാത്ത എനിക്ക് തോന്നുന്നില്ല. ഈ കഴിഞ്ഞൊരു സീസണിൽ ഏത് അവിടുത്തെ ലീഗ് 1 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലബ് വേൾഡ് കപ്പിന് ആയിക്കോട്ടെ, ഇവരടിച്ചിട്ടേ ഉള്ളൂ. ഇവരെല്ലാ ക്ലബിനെതിരെയും ഫസ്റ്റ് ഹാഫിൽ 3-4 ഗോൾ അടിച്ച് ഇവർ ഡോമിനേറ്റ് ചെയ്താണ് ഫസ്റ്റ് ഹാഫ് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു റിസൾട്ട് വന്നത്. പിന്നെ ഇതിലെല്ലാം ഉപരി ചെൽസി കോച്ച് മരസ്കയ്ക്ക് ഒരു രക്ഷയില്ല. പുള്ളിക്കാരുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ടൈമിൽ ഇപ്പോൾ നടന്നു പോകുന്നു. കാര്യം ചെൽസി ക്ലബിലോട്ട് ചാർജ് എടുക്കുന്നു, കോൺഫറൻസ് ലീഗ് അടിക്കുന്നു, ഇപ്പം ക്ലബ് വേൾഡ് കപ്പ്, ഏതൊരു പരിശീലകനെയും സ്വപ്ന തുല്യമായ തുടക്കം ഇത്. ഈ ഒരു ഫോം മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ ഈ ഒരു ഫോമിൽ ഇവർ വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ഈ വരുന്ന സീസൺ ഉണ്ടല്ലോ, യൂറോപ്പിൽ ടഫ് തന്നെയായിരിക്കും. കാര്യം പ്രീമിയർ ലീഗിലായാലും ചാമ്പ്യൻസ് ലീഗിലായാലും നല്ലൊരു ടൈറ്റ് കളി പ്രതീക്ഷിക്കാം. അപ്പോൾ ഒന്നും പറയാനില്ല, ഞാൻ നിർത്തുക.